വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രത്യേക നമുക്ക് തോന്നുന്ന ഇത് ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ അനുഭവങ്ങളിലൂടെ പറയുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യതിയാനം ഉണ്ടാകുന്ന സന്ദേശം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചിലരെക്കുറിച്ച് നമ്മൾ പറയത്തില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഈ വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് പറയും. നല്ല ഡ്രൈവർ, എൻ്റെ പിതാവ് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഇന്ന ആൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആശാന്മാർ അങ്ങനെയൊക്കെ പേരുണ്ട്. അദ്ദേഹം നല്ല ഡ്രൈവർ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നല്ല രീതിയിൽ അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിൻ്റെ കാരണം നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റ് കൊണ്ടുപോകുന്ന സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്നവർ. പക്ഷേ കുറേ കഴിഞ്ഞ് നമ്മളും വാഹനമൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴേ അല്പം പക്വതയും അറിവും വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു വാഹനം സ്പീഡിൽ ഓടിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ വലിയ അഭ്യാസം കാണിക്കുന്നതോ അല്ല നല്ല ഡ്രൈവർ എന്ന് പറയും. നല്ല ഡ്രൈവർ എന്ന് പറയുമ്പോൾ ആ പാർക്കിങ് വരെ ഒരാൾ, എനിക്ക് പോലും ചിലപ്പോൾ അത്രയും പറ്റില്ല, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചില റോഡിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഏതൊരു വാഹനം വന്നാലും അത് പോകുന്ന ലെവലിലാണ് അവർ പാർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ നെഞ്ചെടുപ്പ് തോന്നും, അയ്യോ ആരെങ്കിലും വന്ന് അത് ഇടിച്ചിട്ട് പോകുമല്ലോ. ഞാനത് പാർക്ക് ചെയ്ത് ഇറങ്ങിയാൽ വീണ്ടും കയറി, കാരണം എനിക്ക് തൃപ്തി വരത്തില്ല. കാരണം നമ്മൾ ആ ഒരു വേറൊരു വാഹനം വന്നേക്കണം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് സ്ത്രീകളെന്നല്ല, പുരുഷന്മാരും അല്ലെ പെട്ടെന്ന് ലൈസൻസ് കിട്ടിയവർ സ്കൂട്ടറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി എടുക്കുന്നത് തൊട്ട് ഒരു കാറിൻ്റെയൊക്കെ തൊട്ട് പുറകിൽ അവർ പാർക്ക് ചെയ്യുന്നു. അപ്പം സ്പേസ് ഉണ്ടോ എന്ന് നോക്കത്തില്ല. അപ്പം നമ്മളിതെല്ലാം ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ഡ്രൈവർ. പിന്നെ ഒരു ഡ്രൈവറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൂന്ന് കാര്യങ്ങളൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഡ്രൈവറിൻ്റെ ഇതാണ്, നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ആൾ കംഫോർട്ടായിരിക്കും. ചിലപ്പോൾ ഡ്രൈവ് ചെയ്താൽ അവിടെ ഇരിക്കുന്നവർക്ക് അതൊരു നല്ലൊരു ഇതായിട്ട് കാണത്തില്ല, ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. അതേസമയം ആ വ്യക്തി ഓടിക്കുമ്പോൾ അവരുടെ സ്പീഡ് വേണ്ടിടത്ത് വേണ്ട റോഡുകളിൽ അവർ സ്പീഡ് കൊടുക്കും, സ്ലോ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നിർത്താൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രൈവിങ് ആ ഇരിക്കുന്നവർക്ക് ഒരു പീസായിരിക്കും. അപ്പോൾ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ അതുപോലെ വണ്ടി സൂക്ഷിക്കുന്നവർ, ഇപ്പോൾ സ്വന്തം വണ്ടിയാലും ആരുടെയാലും അതിനെ കയറി അത് ശ്രദ്ധിക്കുക, ഒരു അപകടം ഉണ്ടാകല്ല. അതുപോലെ ഒരു പ്രാർത്ഥനയോട് ഒരു യാത്രയാണ്, എനിക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ ഞാൻ നിമിത്തം മറ്റു ജീവിതങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. നമുക്കറിയാം, അടുത്തിടയിൽ പേപ്പറുകളിൽ വായിക്കുന്നുണ്ട്, മദ്യപിച്ച് കണ്ടില്ലേ, ഒരിക്കൽ 2 പേര് വന്നു, ദൂരെ നിന്ന് വരുന്നു, ഒരാൾക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഇത്ര നാളെ ലൈസൻസ് ഇല്ല, പക്ഷേ അദ്ദേഹം വണ്ടി ഓടിക്കും. അങ്ങനെ ആയിപ്പോയി എത്ര ജീവിതങ്ങളാണ് പൊലിഞ്ഞു പോയി. ചിലർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു. ഇതെല്ലാം ഞാൻ ആ ഒരു തലങ്ങളോടല്ല കൂടുതൽ ഞാൻ പറയുന്നത്. ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും, അത് അകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, റോഡിൽ കൂടെ നടന്നു പോകുന്ന, മോർണിംഗ് വോക്ക്, ഈവനിങ് വോക്ക് നടന്നു പോകുന്നവരുണ്ട്, തിരക്കിൽ വരുന്നവരുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ ഞാനെപ്പോഴും മോനെ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ അവിടെ പറയണം, പെട്ടെന്ന് ഒരാൾ ശരിയാണ്, നമുക്ക് പെട്ടെന്ന് നമുക്കൊന്നും പറ്റത്തില്ല, എന്നാൽ പോലും നാം വാഹനം ഓടിക്കുമ്പോൾ നമുക്കൊരു കൺട്രോൾ, പെട്ടെന്ന് ഒരു കാര്യം വന്നാൽ മാക്സിമം നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന ഒരു സ്പീഡ്. ഇപ്പോൾ ഹൈവേയിലൊക്കെ നമുക്കത് ബുദ്ധിമുട്ടാണ്, എന്നാൽ പോലും മറ്റു റോഡുകളിൽ പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലം തിരക്കുള്ളതിന് പെട്ടെന്ന് ഓടി റോഡിലോട്ട് വരാനൊക്കെ ചാൻസുകളുണ്ട്. അതിനെല്ലാം നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ അടുക്കളയിൽ ഇപ്പോൾ പാചകം ചെയ്യുന്ന സ്ത്രീകൾ, ഈ നമുക്കറിയാം ചിലർക്ക് പാചക കലകൾ എല്ലാം ചെയ്യാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വിഭവം ഉണ്ടാക്കണം, അവർക്ക് ഭാരം, ഈ ഭാരം ഫീൽ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കും, എനിക്ക് വയ്യ, എനിക്കിനി അത് ഇങ്ങനെ ഇരിക്കുന്ന അവരെ കുറ്റം പറയുമല്ലോ, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയല്ല, അവർക്ക് ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയല്ല. എന്നാൽ ചിലരോട് 5, 8, 10, 20 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ റെഡിയാണ്, വില്ലിങ്. അവർ കൂടുതൽ ഡിഷസ് എന്തുമാത്രം ചേർക്കാൻ അവർ ശ്രമിക്കണം, അവരുടെ ഒരു കലയുടെ ഭാഗം. ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ പറയുകയാണ് രുചികരമായ ചില ഭവനത്തിൽ നിന്ന് കഴിയാതെ നമ്മൾ പറയുന്നത് രുചികരമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ, ഞാൻ രുചികരമായ ഭക്ഷണം മാത്രം പറഞ്ഞ് അംഗീകരിക്കത്തില്ല. അത് കഴിഞ്ഞ് അവരുടെ അടുക്കള, ആ അടുക്കള, ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഇപ്പം ഞാൻ ഒരു ചെറിയ കാര്യം വന്നിട്ട് ഞാൻ വൈഫിനോട് ചില സമയത്ത് പറഞ്ഞു, ഞാൻ ഇന്നത് ചെയ്യട്ടെ എന്ന് കേൾപ്പിട്ടെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പോലെ അത് കഴിഞ്ഞ് അവിടെ ആ ഭാഗം വൃത്തിയാക്കാമെങ്കിൽ ഞാൻ അനുവദിക്കാമെന്ന് പറയും. ഞാനപ്പോൾ തമാശ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് നമുക്കപ്പം എന്തെങ്കിലും ചെയ്യുന്നതല്ല, ആ ഓർഡർ, ആ എടുത്ത പാത്രങ്ങൾ ആ സ്ഥാനത്ത് വെക്കുന്നു,
കഴുകേണ്ട പാത്രങ്ങൾ, ആ അടുക്കള പിന്നെയും നോക്കുക പഴയ സ്ഥിതി, ഇതെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ഭക്ഷണം നല്ല രുചിയായിരുന്നു, രുചികരമായിരുന്നു പറയുന്നതുകൊണ്ടൊരു ഒരു നല്ലൊരു വീട്ടമ്മയാകത്തില്ല. ഇതെല്ലാം കണക്ട് ചെയ്താൽ വരും. അപ്പോൾ ഒരു ഹോട്ടലിൽ, ഞാൻ എപ്പോഴും പറയും, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നവർ, അവിടെ നല്ലൊരു ഹോട്ടലാണ് ഒരാൾ പറഞ്ഞാൽ എന്തോ രുചികരമായ ഭക്ഷണം കൊണ്ട് മാത്രമാണ്, അത് വേണം, അതും താല്പര്യമുള്ള, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലോ, അവിടെ ബാത്റൂം ഫെസിലിറ്റി, കൈ കഴുകുന്നിടത്തെ വൃത്തി, അത് എന്താ പറയുന്നത്, അതുപോലൊരു ഫ്രീഡം, അവിടെ ചെന്നിരിക്കുമ്പോഴൊരു പ്രൈവസി, അത് ചിലർക്ക് അവിടെ ഇരിക്കുക സ്വസ്ഥമായിട്ട് ചെന്നിരിക്കുന്നത്, ഇതെല്ലാം ഫാമിലി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെറ്റപ്പ്, അതുപോലെ കൗണ്ടറിൽ വന്നാൽ ചിലപ്പോൾ ചില ഇപ്പോൾ അങ്ങനെ അധികം കാണുന്നില്ല, ചിലപ്പോൾ ചെന്നാൽ കൗണ്ടറിൽ അതിന് മെയിൻ ആൾ കാണത്തില്ല, അവിടെ വെയിറ്റ് ചെയ്യും ആളിന് വേണ്ടി, ചിലപ്പോൾ അദ്ദേഹം വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെ ഒത്തു വരുമ്പോഴാണ് ഹോട്ടൽ, നല്ലൊരു ഹോട്ടൽ. അപ്പോൾ ജനം, അവർക്ക് നല്ല രുചികരമായ ഭക്ഷണം വേണം, അതോടൊപ്പം അവർക്ക് ഈ ദൂരെയൊക്കെ പോയിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാത്റൂം ഫെസിലിറ്റി അങ്ങനെ ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് സംവിധാനം വേണം. അതോടൊപ്പം തന്നെ എല്ലാം, ചിലർക്ക് ഏറ്റവും വൃത്തി ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലാത്തവരായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, ബാത്റൂമുണ്ട്, പക്ഷെ പിന്നീട് അവർ കയറത്തില്ല അവിടെ ആ ഹോട്ടലിൽ പോവുകയിൽ. ഇതെല്ലാം കൂടെ, അതൊരു വണ്ടി കൊണ്ടിരുന്നത് അവിടെ ഇവിടെ വേറൊരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ ഹോട്ടലിൽ വരുന്ന അവർ താല്പര്യപ്പെടുന്നില്ല, അതിന് പാർക്കിംഗ് ഫെസിലിറ്റി, എല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു എന്തോ അതിന് പറയുന്നത്, ഒരു ഹോട്ടൽ എന്ന് പറയും. ഞാനൊരു ചിത്രകാരനാണ്, അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ പിതാവ് പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ അദ്ദേഹം തിരക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രഷുകൾ, ഓയിൽ പെയിൻറ്റിങ്, എണ്ണച്ചായ ചിത്രങ്ങളാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളതുപോലെ. അപ്പം അദ്ദേഹം ആ ഒടുവിൽ വാഷ് ചെയ്യുന്നത് അദ്ദേഹം തന്നെ അതെല്ലാം വാഷ് ചെയ്ത ഓർഡറിൽ. അച്ചാച്ചന് വലിയ ദേഷ്യമായിരുന്നു അച്ചാൻ ഉപയോഗിക്കുന്ന ബ്രഷുകൾ വേറെ ആൾ ഉപയോഗിക്കാനൊക്കത്തില്ല, അത് അച്ചാന് അതിന് അല്പം തേയ്മാനം അത് വന്ന്, പ്രത്യേകിച്ച് ചെറിയ പോയിൻറ്റ് ബ്രഷസൊക്കെ ഉണ്ട്, ചില പ്രത്യേക അവയവങ്ങൾ ഫേസൊക്കെ ചിലപ്പം ചെയ്യുന്നത്. അപ്പം അത് നിർബന്ധമാണ്, എന്തോ ചിത്രം ചൂരില്ല ചിത്രം വരയ്ക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അത് നിർബന്ധം. അതുപോലെ ഓർഡർ അല്ലെങ്കിൽ അതൊരു കലാകാരൻ, നമുക്ക് പറയുന്ന ഓർഡർ ഇല്ലെങ്കിൽ കലാകാരൻ എന്ന് പറഞ്ഞല്ലേ, അങ്ങനെയല്ല. ആ ചെയ്യുന്ന സൃഷ്ടിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് വർക്കുകൾ എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യതയോട് അത് ഓർഡർ എടുക്കുക, കൃത്യമായ സമയങ്ങളിൽ കൊടുക്കുക. അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതചര്യകളിലുമായി വരുന്ന നല്ല ഒരു പ്രൊഫഷണലിസ്റ്റ് എന്നൊരാളെ കുറിച്ച് പറയാം. ഇപ്പം നമുക്കറിയാം ഫിലിം സ്റ്റാർസ് തന്നെ, അവരിലെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന് എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് വന്നത്, ആ രാത്രിയിൽ തന്നെ അദ്ദേഹം അടുത്ത വാക്ക് പറഞ്ഞ അടുത്തൊരു സൈറ്റിലോട്ട് പോകാൻ, അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. ശരിയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ ഈയിടെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ആ സൈറ്റ് റെഡിയാണ്, അതിൻ്റെ ടേക്ക് എടുക്കേണ്ട സമയമായപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഭക്ഷണം മാറ്റിയിട്ടേച്ച് പോവുകയാണ്. അത്രയും വളർന്നാളല്ലേ, എനിക്ക് ഇനി എൻ്റെ ആവശ്യം എന്തോ. ഓരോരുത്തരും ഓരോ മേഖലകളിൽ വളരുന്നത്, അത് വീട്ടമ്മയായാലും ഞാൻ പറഞ്ഞു 2-3 കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡ്രൈവിങ് അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഏത് കാര്യം, ഇപ്പം ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞൊരു സുവിശേഷകനാണ്, നല്ല പ്രസംഗമായിരുന്നു പറയുന്നുണ്ടല്ലോ, അത് ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിരുന്ന അടുക്കും ചിട്ടയും പ്രാർത്ഥന, ജീവിതത്തിലെ ഫലങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് വാസ്തവമായ ഒരു സുവിശേഷം. അപ്പോൾ എല്ലാത്തിലും യേശുദാസൻ്റെ വിജയം എന്തോ, അതിനെ എല്ലാ കാര്യങ്ങളും, അത് നല്ലൊരു ഗായകൻ, അദ്ദേഹത്തിനെ ഞാൻ അംഗീകരിക്കുന്നൊരു കാര്യം അതിൻ്റെ തൊഴിലിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഇന്നും. അപ്പോൾ ഏത് കാര്യങ്ങളിലും നമ്മളിൽ ആ വിശ്വസ്തതയും, നമ്മളെ ഒരാൾ പറയുന്നത് ഒരു കലാകാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്നൊരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോഴെല്ലാം അടുക്കും ചിട്ടയും എല്ലാം കൂടെ പൂർത്തി വരുമ്പോഴേ ആ പേരിനെ ഞാൻ യോഗ്യമാകത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കത് അനുഗ്രഹമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ.